അധ്യായം 26. ബാധ കഴിഞ്ഞ ശേഷം യഹോവ മോശയോടും പുരോഹിതനായ അഹ്റോന്റെ മകൻ എലയാസറിനോടും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയെയും 20 വയസ്സുമുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള എല്ലാവരെയും ഗോത്രം ഗോത്രമായി എണ്ണി തുകയെടുപ്പീൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും പുരോഹിതനായ എലയാസറും യെരീഹോവിന്റെ സമീപത്ത് യോർദാൻ അരികെയുള്ള മോവാബ് സമഭൂമിയിൽ വെച്ച് അവരോട്, യഹോവ മോശയോടും മിസ്രയീം ദേശത്തുനിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കളോടും കൽപ്പിച്ചതുപോലെ 20 വയസ്സുമുതൽ മേലോട്ടുള്ളവരുടെ തുകയെടുപ്പീൻ എന്ന് പറഞ്ഞു. ഇസ്രായേലിന്റെ ആദ്യജാതൻ രൂബേൻ. രൂബേന്റെ പുത്രന്മാർ ഹനോക്കിൽ നിന്ന് ഹനോക്യ കുടുംബം, പല്ലൂവിൽ നിന്ന് പല്ലൂവിയ കുടുംബം, ഹെസ്രോനിൽ നിന്ന് ഹെസ്രോന്യ കുടുംബം, കർമ്മിയിൽ നിന്ന് കർമ്മ്യ കുടുംബം. ഇവയാകുന്നു രൂബേന്യ കുടുംബങ്ങൾ. അവരിൽ എണ്ണപ്പെട്ടവർ 43,730 പേർ. പല്ലൂവിന്റെ പുത്രന്മാർ ഏലിയാബ്. ഏലിയാബിന്റെ പുത്രന്മാർ നെമൂവേൽ, ദാഥാൻ, അബീരാം. യഹോവയ്ക്ക് വിരോധമായി കലഹിച്ചപ്പോൾ കോരഹിന്റെ കൂട്ടത്തിൽ മോശയ്ക്കും അഹ്റോനും വിരോധമായി കലഹിച്ച സംഘസദസ്യന്മാരായ ദാഥാനും അബീരാമും ഇവർ തന്നെ. ഭൂമി വായി തുറന്നവരെയും കോരഹിനെയും വിഴുങ്ങിക്കളയുകയും തീ 250 പേരെ ദഹിപ്പിക്കുകയും ചെയ്ത സമയം ആ കൂട്ടം മരിച്ചു. അവർ ഒരു അടയാളമായി തീർന്നു. എന്നാൽ കോരഹിന്റെ പുത്രന്മാർ മരിച്ചില്ല. ശിമിയോന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ, നെമുവേലിൽ നിന്ന് നെമുവേല്യ കുടുംബം, യാമീനിൽ നിന്ന് യാമീന്യ കുടുംബം, യാഖീനിൽ നിന്ന് യാഖീന്യ കുടുംബം, സേരകിൽ നിന്ന് സേരകിയ കുടുംബം, ഷാവൂലിൽ നിന്ന് ഷാവൂല്യ കുടുംബം. ശിമിയോന്യ കുടുംബങ്ങളായവർ 20,200 പേർ. ഗാദിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ, സെഫോനിൽ നിന്ന് സെഫോന്യ കുടുംബം, ഹഗ്ഗിയിൽ നിന്ന് ഹഗ്ഗീയ കുടുംബം, ശൂനിയിൽ നിന്ന് ശൂനീയ കുടുംബം, ഒസ്നിയിൽ നിന്ന് ഒസ്നീയ കുടുംബം, ഏരിയിൽ നിന്ന് ഏരിയ കുടുംബം, അരോദിൽ നിന്ന് അരോദ്യ കുടുംബം, അരേലിയിൽ നിന്ന് അരേല്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി ഗാദ് പുത്രന്മാരുടെ കുടുംബങ്ങളായവർ 40,500 പേർ. യഹൂദായുടെ പുത്രന്മാർ ഏരും ഓനാനുമായിരുന്നു. ഏരും ഓനാനും കനാൻ ദേശത്ത് വെച്ച് മരിച്ചുപോയി. യഹൂദായുടെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ, ഷേലായിൽ നിന്ന് ഷേലാന്യ കുടുംബം, ഫേരസിൽ നിന്ന് ഫേരസ്യ കുടുംബം, സേരകിൽ നിന്ന് സേരഹ്യ കുടുംബം. ഫേരസിന്റെ പുത്രന്മാർ ഹെസ്രോനിൽ നിന്ന് ഹെസ്രോന്യ കുടുംബം, ഹാമൂലിൽ നിന്ന് ഹാമൂല്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി യഹൂദാ കുടുംബങ്ങളായ ഇവർ 76,500 പേർ. ഇസ്സാഖാരിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ, തോലാവിൽ നിന്ന് തോലാവ്യ കുടുംബം, പൂവയിൽ നിന്ന് പൂവ്യ കുടുംബം, യാശൂബിൽ നിന്ന് യാശൂബ്യ കുടുംബം, ഷിമ്രോനിൽ നിന്ന് ഷിമ്രോന്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി ഇസ്സാഖാർ കുടുംബങ്ങളായ ഇവർ 64,300 പേർ. സെബുലൂന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ, സേരദിൽ നിന്ന് സേരദ്യ കുടുംബം, ഏലോനിൽ നിന്ന് ഏലോന്യ കുടുംബം, യഹ്ലേലിൽ നിന്ന് യഹ്ലേല്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി സെബുലൂന്യ കുടുംബങ്ങളായ ഇവർ 60,500 പേർ. യോസേഫിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ, മനശ്ശെയും എഫ്രയീമും. മനശ്ശെയുടെ പുത്രന്മാർ മാഖീരിൽ നിന്ന് മാഖീര്യ കുടുംബം. മാഖീർ ഗിലെയാദിനെ ജനിപ്പിച്ചു. ഗിലെയാദിൽ നിന്ന് ഗിലെയാദ്യ കുടുംബം. ഗിലെയാദിന്റെ പുത്രന്മാർ ആരെന്നാൽ, ഇയേസരിൽ നിന്ന് ഇയേസരിയ കുടുംബം, ഹേലക്കിൽ നിന്ന് ഹേലക്യ കുടുംബം, അസ്രിയേലിൽ നിന്ന് അസ്രിയേല്യ കുടുംബം, ശേഖേമിൽ നിന്ന് ശേഖേമ്യ കുടുംബം, ഷെമീദാവിൽ നിന്ന് ഷെമീദാവ്യ കുടുംബം, ഹേഫരിൽ നിന്ന് ഹേഫരിയ കുടുംബം. ഹേഫറിന്റെ മകനായ സെലോഫാഹാദിന് പുത്രിമാരല്ലാതെ പുത്രന്മാരുണ്ടായില്ല. സെലോഫാഹാദിന്റെ പുത്രിമാർ മഹ്ല, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. അവരിൽ എണ്ണപ്പെട്ടവരായി മനശ്ശെ കുടുംബങ്ങളായവർ
52,700 പേർ. എഫ്രൈമിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ, ശൂദേലഹിൽ നിന്ന് ശൂദേലഹിയ കുടുംബം, ബേഖേരിൽ നിന്ന് ബേഖേരിയ കുടുംബം, തഹനിൽ നിന്ന് തഹന്യ കുടുംബം. ശൂദേലഹിന്റെ പുത്രന്മാർ ആരെന്നാൽ, ഏരാനിൽ നിന്ന് ഏരാന്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി എഫ്രൈമ്യ കുടുംബങ്ങളായ ഇവർ 32,500 പേർ. ഇവർ കുടുംബം കുടുംബമായി യോസഫിന്റെ പുത്രന്മാർ. ബെന്യാമീന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ, ബേലയിൽ നിന്ന് ബേലാവ്യ കുടുംബം, അസ്ബേലിൽ നിന്ന് അസ്ബേല്യ കുടുംബം, അഹീരാമിൽ നിന്ന് അഹീരാമ്യ കുടുംബം, ഷെഫൂമിൽ നിന്ന് ഷെബൂമ്യ കുടുംബം, ഹൂഫാമിൽ നിന്ന് ഹൂഫാമ്യ കുടുംബം. ബേലിയുടെ പുത്രന്മാർ അർദും നാമാനുമായിരുന്നു. അർദിൽ നിന്ന് അർദ്യ കുടുംബം, നാമാനിൽ നിന്ന് നാമാന്യ കുടുംബം. ഇവർ കുടുംബം കുടുംബമായി ബെന്യാമീന്റെ പുത്രന്മാർ. അവരിൽ എണ്ണപ്പെട്ടവർ 45,600 പേർ. ദാന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ, ശൂഹാമിൽ നിന്ന് ശൂഹാമ്യ കുടുംബം. ഇവർ കുടുംബം കുടുംബമായി ധാന്യ കുടുംബങ്ങളാകുന്നു. ശൂഹാമ്യ കുടുംബങ്ങളിൽ എണ്ണപ്പെട്ടവരെല്ലാം കൂടി 64,400 പേർ. ആശേരിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ, ഇമ്നയിൽ നിന്ന് ഇമ്നീയ കുടുംബം, ഇശ്വിയിൽ നിന്ന് ഇശ്വീയ കുടുംബം, ബെരിയാവിൽ നിന്ന് ബെരിയാവ്യ കുടുംബം. ബെരിയാവിന്റെ പുത്രന്മാരുടെ കുടുംബങ്ങൾ ആരെന്നാൽ, ഹേബറിൽ നിന്ന് ഹേബരിയ കുടുംബം, മൽക്കിയേലിൽ നിന്ന് മൽക്കിയേല്യ കുടുംബം. ആശേരിന്റെ പുത്രിക്ക് സാറ എന്നു പേർ. ഇവർ ആശേർ പുത്രന്മാരുടെ കുടുംബങ്ങൾ. അവരിൽ എണ്ണപ്പെട്ടവർ 53,400 പേർ. നഫ്താലിയുടെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ, എഹ്സേലിൽ നിന്ന് എഹ്സേല്യ കുടുംബം, ഗൂനിയിൽ നിന്ന് ഗൂന്യ കുടുംബം, യേസരിൽ നിന്ന് യേസരിയ കുടുംബം, ശില്ലേമിൽ നിന്ന് ശില്ലേമ്യ കുടുംബം. ഇവർ കുടുംബം കുടുംബമായി നഫ്താലി കുടുംബങ്ങളാകുന്നു. അവരിൽ എണ്ണപ്പെട്ടവർ 45,400 പേർ. ഇസ്രായേൽ മക്കളിൽ എണ്ണപ്പെട്ട ഇവർ 6,01,730 പേർ. പിന്നെ യഹോവ മോശയോട് അരുളി ചെയ്തത്, ഇവർക്ക് ആളെണ്ണത്തിനൊത്തവണ്ണം ദേശത്തെ അവകാശമായി വിഭാഗിച്ചു കൊടുക്കണം. ആളേറെയുള്ളവർക്ക് അവകാശമേറെയും ആൾ കുറവുള്ളവർക്ക് അവകാശം കുറച്ചും കൊടുക്കണം. ഓരോരുത്തന് അവനവന്റെ ആളെണ്ണത്തിനൊത്തവണ്ണം അവകാശം കൊടുക്കണം. ദേശത്തെ ചീട്ടിട്ട് വിഭാഗിക്കണം. അതത് പിതൃഗോത്രത്തിന്റെ പേരിനൊത്തവണ്ണം അവർക്ക് അവകാശം ലഭിക്കണം. ആളേറെയുള്ളവർക്കും കുറെയുള്ളവർക്കും അവകാശം ചീട്ടിട്ട് വിഭാഗിക്കണം. ലേവ്യരിൽ എണ്ണപ്പെട്ടവർ കുടുംബം കുടുംബമായ ആരെന്നാൽ, ഗേർശോനിൽ നിന്ന് ഗേർശോന്യ കുടുംബം, കെഹാത്തിൽ നിന്ന് കെഹാത്യ കുടുംബം, മെരാരിയിൽ നിന്ന് മെരാരിയ കുടുംബം. ലേവ്യ കുടുംബങ്ങൾ ആവിത്: ലിബ്നിയ കുടുംബം, ഹെബ്രോന്യ കുടുംബം, മഗ്ലീയ കുടുംബം, മൂശ്യ കുടുംബം, കോർഹിയ കുടുംബം. കെഹാത്ത് അമ്രാമിനെ ജനിപ്പിച്ചു. അമ്രാമിന്റെ ഭാര്യയ്ക്ക് യോഖേബേദ് എന്നു പേർ. അവൾ മിസ്രയീം ദേശത്തുവെച്ച് ലേവിക്ക് ജനിച്ച മകൾ. അവൾ അമ്രാമിന് അഹരോനെയും മോശയെയും അവരുടെ സഹോദരിയായ മിരിയാമിനെയും പ്രസവിച്ചു. അഹരോന് നാദാബ്, അബീഹു, എലയാസർ, ഈഥാമാർ എന്നിവർ ജനിച്ചു. എന്നാൽ നാദാബും അബീഹുവും യഹോവയുടെ സന്നിധിയിൽ അന്യാഗ്നി കത്തിച്ച് മരിച്ചുപോയി. 1 മാസം പ്രായം മുതൽ മേലോട്ട് അവരിൽ എണ്ണപ്പെട്ട ആണുങ്ങൾ ആകെ 23,000 പേർ. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവർക്ക് അവകാശം കൊടുക്കായികൊണ്ട് അവരെ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ എണ്ണിയില്ല. യെരീഹോവിന്റെ സമീപത്ത് യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ വച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ മോശയും പുരോഹിതനായ എലയാസരും എണ്ണിയവർ ഇവർ തന്നെ. എന്നാൽ മോശയും അഹ്റോൻ പുരോഹിതനും സീനായി മരുഭൂമിയിൽ വച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവർ എണ്ണിയവരിൽ ഒരുത്തനും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അവർ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോകും എന്ന് യഹോവ അവരെക്കുറിച്ച് അരുളി ചെയ്തിരുന്നു. യെഫുന്നയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും ഒഴികെ അവരിൽ ഒരുത്തനും ശേഷിച്ചില്ല.